പല പണ്ഡിതന്മാരും തറാവീഹ് നമസ്കാരത്തിന് ഒരു നിർണിത റക്അത്തുകളില്ല. തറാവീഹ് നമസ്കാരം അത് എത്ര റക്അത്തും ആകാം എന്നുള്ള പക്ഷക്കാരാണ്. മദ്ഹബി പക്ഷപാതിത്വമുള്ള പലരും തറാവീഹ് നമസ്കാരം 20 റക്അത്താണ് എന്ന വാദക്കാരാണ്. ഹറമുകളിൽ ഇപ്പോഴുള്ള പണ്ഡിതന്മാർ ഒരിക്കലും മദ്ഹബി പക്ഷപാതിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ 20 റക്അത്തിന് വാശി പിടിക്കുന്നവരല്ല. അങ്ങനെ മദ്ഹബിൽ 20 റക്അത്താണ്, അതുകൊണ്ട് 20 റക്അത്ത് നമസ്കരിക്കണം എന്ന് പറയുന്നത് തെറ്റുമാണ്. അതേസമയം രാത്രി നമസ്കാരത്തെക്കുറിച്ചുള്ള ചോദ്യത്തിൽ സലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം 2 റക്അത്താണ് എന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ പലരും 2 റക്അത്തായിട്ട് നിസ്കരിക്കാനാണ് പറഞ്ഞത്. അതിന് എത്രയും ആകുന്ന നിർണിത റക്അത്തില്ല എന്ന് പലരും ആ ഹദീസിനെ മനസ്സിലാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. പൂർവ്വകാലത്തും പിൽക്കാലത്തുമുള്ള സലഫി പണ്ഡിതന്മാരിൽ പലരും അങ്ങനെ ആ ഒരു വീക്ഷണം ആ വിഷയത്തിൽ വെച്ച് പുലർത്തിയിട്ടുണ്ട്. എന്നാൽ സൂക്ഷ്മവും ശരിയോടടുത്തതുമായ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നമസ്കാരത്തെക്കുറിച്ചുള്ള ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെയും മറ്റുമൊക്കെ പ്രതികരണമാണ്. അവർ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിലാവട്ടെ റമദാനിലാവട്ടെ ഇതര രാവുകളിലാവട്ടെ 11 റക്അത്തിനേക്കാൾ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല എന്നുള്ളത്. ഇമാം ബുഖാരി സഹീഹിൽ കിതാബ് തറാവീഹിൽ ഈ ഹദീസ് നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം അത് 11 റക്അത്തിനേക്കാൾ കൂടിയിരുന്നില്ല. മാത്രമല്ല പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോടൊത്ത് നിർണിത രാവുകളിൽ മാത്രമാണ് ജമാഅത്തായിട്ട് തറാവീഹ് നമസ്കരിച്ചിട്ടുള്ളത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജമാഅത്തായിട്ടുള്ള നമസ്കാരം ഒഴിവാക്കുകയാണ് ചെയ്തത്. പിൽക്കാലത്ത് ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിന് ശേഷം ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ തറാവീഹ് നമസ്കാരത്തെ പുനഃസംഘടിപ്പിച്ചപ്പോൾ തമീമുദ്ദാരിയോടും ഉബയ്യ് ഇബ്നു കഅബിനോടും ജനങ്ങൾക്ക് ഇമാമത്ത് നമസ്കരിക്കുവാൻ ഉമർ കൽപ്പിച്ചത് 11 റക്അത്താണ്. അതാണ് ഉമറിന്റെ കൽപ്പന ഉണ്ടായത്. ആ കൽപ്പന പ്രകാരമാണ് പിന്നീട് ജമാഅത്ത് തറാവീഹ് നമസ്കാരത്തിൽ പുനഃസംഘടിപ്പിക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ പിന്നെ പണ്ഡിതന്മാർ ഉണർത്തിയതുപോലെ ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമവുമായിട്ടുള്ളത് 11 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുക എന്നുള്ളതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. എന്നാൽ 11-ലേറെ നമസ്കരിക്കാം എന്ന് പറയുന്നവർ ഒന്നുകിൽ മദ്ഹബിന്റെ ആളുകളാണ്. അവർ തങ്ങളുടെ മദ്ഹബ് 20 എന്ന പേരിൽ എന്ത് ചെയ്യുന്നു? ഷാഫിയാക്കൾ 20 റക്അത്തിന് വാശി പിടിക്കുന്നു. ഹനഫികൾ, ഹംബലികൾ, മാലിക്കികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ മിക്കരും 20 റക്അത്താണ് മദ്ഹബ് എന്നത് കാരണത്താൽ 20 റക്അത്തിന് വാശി പിടിക്കുന്നു. അത് യഥാർത്ഥത്തിൽ ശരിയായ നിലപാടല്ല. അതേസമയം ചില പണ്ഡിതന്മാർ അവർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം 2 റക്അത്ത് എന്ന് പറഞ്ഞത് കാരണത്താൽ 2 എത്രയും നമസ്കരിക്കാം, അതിനൊരു നിർണിത ഹദ്ദില്ല, പരിധിയില്ല, നിർണിതമായൊരു ഹദ്ദില്ല, എണ്ണമില്ല എന്നുള്ളതാണ്. അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ആ വീക്ഷണത്തിൽ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ സലാത്തുൽ ലൈലി മസ്ന മസ്ന എന്ന് പറഞ്ഞ ഹദീസിന്റെ വെളിച്ചത്തിൽ രാത്രി നമസ്കാരത്തിന് ഒരു ഹദ്ദും അദ്ദും ഇല്ല, പരിധിയും എണ്ണവും ഇല്ല, എത്രയും നമസ്കരിക്കാം എന്ന് ഹദീസ് മനസ്സിലാക്കി പറഞ്ഞവരുടെ ആ വീക്ഷണത്തെ മുഖവിലക്കെടുത്താൽ 11-ലേറെ അവർ നമസ്കരിക്കുന്നതിന് ബിദ്അത്താണ് എന്ന് വിധിക്കാൻ നമുക്ക് അവകാശമില്ല.